Good morning students. ന്യൂക്ലിയർ ഫിസിക്സിലെ മോഡ്യൂൾ 1-ലെ ന്യൂക്ലിയർ മോഡൽസ് എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്, അതായത് ന്യൂക്ലിയോൺസ് ഉണ്ട്. ഈ ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്തുകൊണ്ട് അവർക്കിടയിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഫോഴ്സ് ഈസ് എ സ്ട്രോങ് ആൻഡ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ഓക്കെ, ആദ്യ കാലഘട്ടത്തിൽ ഈ ന്യൂക്ലിയോൺസിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ആ സമയത്ത് നമുക്കറിയാൻ കഴിഞ്ഞിരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സുമാണ്. പക്ഷേ ഈ രണ്ട് ഫോഴ്സുകളും ഇൻവേഴ്സ് സ്ക്വയറിൽ ഒബേ ചെയ്യുന്ന ഫോഴ്സുകളാണ്. ദാറ്റ് മീൻസ് ദേ ആർ ലോങ് റേഞ്ച് ഫോഴ്സസ്. ഓക്കെ, അപ്പം ന്യൂക്ലിയോൺസിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ആക്ട്സ് ബിറ്റ്വീൻ ആക്ട്സ് അലോങ് എ ഡിസ്റ്റൻസ് ഓഫ് 10⁻⁻15 മീറ്റർ. അത്രയും ഷോർട്ട് റേഞ്ചിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ന്യൂക്ലിയോൺസിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. സോ വി കനോട്ട് അസ്യൂം ഇറ്റ് ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സായിട്ടും ഗ്രാവിറ്റേഷണൽ ഫോഴ്സായിട്ടും അസ്യൂം ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. സോ through different experiments and through different theoretical studies, we have established that the force which acts between the nucleons is nuclear force, which is a short range strong force. Okay, അപ്പം and it is established on the basis of the study of a simple nuclear system called Neutron. Neutron is a one proton one neutron system, and also through proton scattering experiment and neutron proton scattering experiment we have came to a conclusion that the force which binds the nucleons inside the nucleus is a nuclear force, and which is very strong and it is short range. Also through this study, through different experiments and with different theoretical studies, we understood the nature and properties of nuclear force. Okay, ഇനി അപ്പം നമ്മൾ ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോൺസിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി ബേസ്ഡ് ഓൺ ദ നോളജ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്, നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ. ഓക്കെ, നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സസിൻ്റെ ബേസിൽ നോളജ് ഓഫ് ദി ന്യൂക്ലിയർ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയർ, വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ. ഇൻ ദിസ് paper or in this unit we are discussing the properties of nuclei, or we are going to understood the properties of nuclei based on different models, different theories. Okay, ഒരുപാട് ഇൻട്രൊഡക്ടറി ഒരു ഇനിഷ്യൽ സ്റ്റഡി എന്ന് പറയുന്ന പോലെ ഒരുപാട് തിയറീസ് ന്യൂക്ലിയയുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയർ മോഡൽസ് എന്നാണ്. ന്യൂക്ലിയർ മോഡൽസ് എന്ന് പറയുന്നത് ഓരോ മോഡലിൽ നിന്നും അവർക്ക് ഓരോ മോഡലിനും ഓരോരോ പ്രോപ്പർട്ടീസ്, പലതരത്തിൽ ചെറിയ കുറച്ച് പ്രോപ്പർട്ടീസ് ആയിരിക്കും, ന്യൂക്ലിയസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചത്. ഓക്കെ, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട മോഡലുകൾ 3 മോഡൽസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ, സെക്കൻഡ് വൺ ഷെൽ മോഡൽ, ആൻഡ് തേർഡ് വൺ കളക്റ്റീവ് മോഡൽ. ഓക്കെ, ഈ 3 മോഡൽസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ എന്നൊരു ആശയം കൊണ്ടുവന്നത് നീൽസ് ബോറാണ്. ഇൻ 1937 1937 നീൽസ് ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം ആത്യന്തികമായിട്ട് മുന്നോട്ട് വെച്ചൊരു ആശയം എന്ന് പറയുന്നത് മോളിക്യൂൾസിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് ദ ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ് വിച്ച് ആക്ട്സ് on a droplet. Intermolecular force acts on a droplet is analogous to the nuclear force. Nuclear forceും intermolecular forceും അനലോഗ് ആണെന്ന് അദ്ദേഹം അസ്യൂം ചെയ്തു. ഓക്കെ, അസ്യൂം ചെയ്തു. ഇനി ന്യൂക്ലിയസിനെ ഒരു ലിക്വിഡ് ഡ്രോപ്പുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റീസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അദ്ദേഹം അസ്യൂം ചെയ്ത സിമിലാരിറ്റീസ്, അദ്ദേഹം ഒബ്സർവ് ചെയ്ത സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ആൻ അറ്റോമിക് ന്യൂക്ലിയസ് ആൻഡ് എ ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സിമിലാരിറ്റി എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഡ്രോപ്പിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കലാണ്.
ഓക്കെ, ഒരു ലിക്വിഡ് ഡ്രോപ്പിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കലാണ്. കാരണം എന്താണ്? ഡ്യൂ ടു ഇറ്റ് സിമെട്രിക്കൽ സർഫസ് ടെൻഷൻ ആക്ടിങ് ഓൺ ദ സർഫസ്. അതിൻ്റെ സർഫസ് ടെൻഷൻ മൂലം ഒരു ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കലാണ്. അതുപോലെ ഒരു സ്റ്റേബിൾ ന്യൂക്ലിയയും ഏത് ഷേപ്പ് ആയിരിക്കും? സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും. അതാണ് അദ്ദേഹം കണ്ടെത്തിയ ആദ്യത്തെ സിമിലാരിറ്റി. ഓക്കെ, അപ്പം ഒന്നാമത്തെ സിമിലാരിറ്റി എന്ന് പറയുന്നത് ദ ന്യൂക്ലിയസ് ഈസ് സപ്പോസ്ഡ് ടു ബി സ്പെറിക്കൽ ഇൻ ഷേപ്പ് ഇൻ ദ സ്റ്റേബിൾ സ്റ്റേറ്റ് ജസ്റ്റ് ആസ് എ ലിക്വിഡ് ഡ്രോപ്പ് is spherical due to its surface tension. ഒരു ലിക്വിഡ് ഡ്രോപ്പ് സ്പെറിക്കലാണ് ഡ്യൂ ടു ഇറ്റ് സർഫസ് ടെൻഷൻ. സിമിലർലി എ ന്യൂക്ലിയസ് ഈസ് സപ്പോസ്ഡ് ടു ബി സ്പെറിക്കൽ ഇൻ ഷേപ്പ് ഇൻ ദ സ്റ്റേബിൾ സ്റ്റേറ്റിൽ ഒരു ന്യൂക്ലിയസും സ്പെറിക്കൽ ഷേപ്പാണ്. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഡ്രോപ്പിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ ഒരു ന്യൂക്ലിയസിൻ്റെ സർഫസിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ദ പൊട്ടൻഷ്യൽ ബാരിയർ. ദർ ഈസ് എ പൊട്ടൻഷ്യൽ ബാരിയർ അറ്റ് ദ സർഫസ് ഓഫ് എ ന്യൂക്ലിയസ്. സിമിലർലി എ ഫോഴ്സ് ഓഫ് സർഫസ് ടെൻഷൻ ആക്ട് ഓൺ ദി സർഫസ് ഓഫ് ദി ലിക്വിഡ് ഡ്രോപ്പിൻ്റെ സർഫസിൽ സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത് പോലെ ന്യൂക്ലിയസിൻ്റെ സർഫസിലും ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത്. ദർ ഈസ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ ദീസ് ടു. ഓക്കെ, ഇനി നമ്മൾ ഒരു ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വോളിയമാണ്. നമ്മളൊരു ലിക്വിഡ് പ്രിപ്പയർ ചെയ്യുമ്പം ഇത്ര വോളിയത്തിൽ ഇത്ര മാസ് എന്നെടുത്തിട്ടാണ് ആ ലിക്വിഡ് ഉണ്ടാക്കുക. അപ്പോൾ അത് 100 ml എത്രയാണോ അതിൻ്റെ ഡെൻസിറ്റി അത് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ഡ്രോപ്പ് എടുത്താലും അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതേപോലെയാണ് എന്താണെന്ന് പറയുക അതേപോലെയാണ് ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റിയും ഇൻഡിപെൻഡൻറ്റ് ഓഫ് വോളിയമാണ്. ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വോളിയം. ഓക്കെ, ദ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഡ്രോപ്പ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് വോളിയം. സിമിലർലി ദ ഡെൻസിറ്റി ഓഫ് ദി ന്യൂക്ലിയസ് ഈസ് ഓൾസോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് വോളിയം. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ 3 സിമിലാരിറ്റീസാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളെല്ലാം ബോർ കണ്ടെത്തിയ 3 സിമിലാരിറ്റീസ്. ഒന്നാമത്തെ സിമിലാരിറ്റി എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പാണ്. ലിക്വിഡ് ഡ്രോപ്പ് ഈസ് സ്പെറിക്കൽ ഇൻ ഷേപ്പ് ഡ്യൂ ടു ഇറ്റ്സ് സർഫസ് ടെൻഷൻ. സിമിലർലി ന്യൂക്ലിയസ് ഈസ് ഓൾസോ സ്പെറിക്കൽ ഇൻ ഇറ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്. ന്യൂക്ലിയസ് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിൽ സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും. നെക്സ്റ്റ്, a force is acting on the surface of the liquid drop called the surface tension. Similarly, there is a force at the surface of the nucleus which is the potential barrier. Next, the density of the liquid is independent of its volume. Similarly, the density of the nucleus is also independent of its volume. Okay. Third point, നമുക്കറിയാം ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ മോളിക്യൂളിനകത്ത് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? മോളിക്യൂളിന് ചുറ്റും മറ്റ് കുറേ മോളിക്യൂൾസ് കാണും അല്ലേ. ഒരു ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ ലിക്വിഡിനകത്ത് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് കാണും. ആ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഇൻട്രാക്ട് വിത്ത് ദ നെയ്ബറിംഗ് മോളിക്യൂൾസ് and this the intermolecular force is also short range. ഒരു മോളിക്യൂൾ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മോളിക്യൂൾസുമായിട്ട് മാത്രമേ ഇൻട്രാക്ട് ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. അതേപോലെ തന്നെയാണ് ഒരു ന്യൂക്ലിയസും അതിൻ്റെ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ഒരു ന്യൂക്ലിയോൺ അതിൻ്റെ തൊട്ടടുത്തുള്ള മറ്റ് ന്യൂക്ലിയോൺസുമായിട്ടായിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നത്. It is also a short range force. Intermolecular and internuclear forces are short range. Okay. ഇനി നമ്മളൊരു ലിക്വിഡിനെ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സപ്പോസ് വി ആർ ഗിവിങ് ടെമ്പറേച്ചർ, റൈസിങ് ദ ടെമ്പറേച്ചർ ഓഫ് എ ലിക്വിഡ്, ഇറ്റ് വിൽ ഇവാപ്പറേറ്റ്. അതേപോലെ തന്നെ നമ്മൾ ഒരു ന്യൂക്ലിയയെ ഏതെങ്കിലും ഒരു ബൊമ്പാർഡിങ് പ്രൊജക്റ്റൈൽസ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ന്യൂക്ലിയർ പ്രൊജക്റ്റൈൽ ഉപയോഗിച്ച് ബൊമ്പാർഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ എമിറ്റ് റേഡിയേഷൻ. ഓക്കെ, ഇറ്റ് വിൽ അണ്ടർഗോ റേഡിയോആക്റ്റീവ് ഡീകേ. ഓക്കെ, ഇറ്റ് വിൽ അണ്ടർഗോ റേഡിയോആക്റ്റീവ് ഡീകേ. ഓക്കെ, ദാറ്റ് ഈസ് ദീസ് ടു ആർ സിമിലർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പം നമ്മൾ ഒരു ലിക്വിഡ് ഡ്രോപ്പിനെ ഓസിലേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഇറ്റ് വിൽ സ്പ്ലിറ്റ് അപ്പ് ഇൻറ്റു 2 ഡ്രോപ്സ്. When a small drop of liquid is allowed to oscillate, it will break into 2 smaller drops of equal size. ഇതേപോലെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നതും. The nucleus break up into 2 smaller nuclei. Okay, these are the similarities. These are the 6 similarities that was observed by Bohr between atomic nucleus and a liquid drop. ലിക്വിഡ് ഡ്രോപ്പും അറ്റോമിക് ന്യൂക്ലിയസും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ്. ബോർ ഒബ്സർവ് ചെയ്ത സിമിലാരിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ,
ന്യൂക്ലിയസും ലിക്വിഡ് ഡ്രോപ്പും സ്പെറിക്കലാണ് ഷേപ്പ്. ന്യൂക്ലിയസിന് ലിക്വിഡ് ഡ്രോപ്പിൽ അതിൻ്റെ സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത് പോലെ ന്യൂക്ലിയസിൻ്റെ സർഫസിൽ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ആക്ട് ചെയ്യുന്നുണ്ട്. ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് വോളിയം ആൻഡ് സിമിലർ, അതേപോലെ തന്നെ ന്യൂക്ലിയസും എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് വോളിയം, അതിൻ്റെ വോളിയത്തിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സും ഇൻ്റർന്യൂക്ലിയർ ഫോഴ്സും ഇൻ്റർമോളിക്കുലാർ ഫോഴ്സും എന്താണ്, ഷോർട്ട് റേഞ്ച് ഫോഴ്സുകളാണ്. ഇനി നമ്മളൊരു ലിക്വിഡ് ഡ്രോപ്പിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവാപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ന്യൂക്ലിയസിനെ ഒരു പ്രൊജക്റ്റൈൽ ഉപയോഗിച്ച്, ഒരു ന്യൂക്ലിയർ പ്രൊജക്റ്റൈൽ വെച്ച് ബൊമ്പാർഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഡീകേ റേഡിയേറ്റീവ്ലി, അല്ലേ? ഇറ്റ് വിൽ എമിറ്റ് റേഡിയേഷൻ. ഇറ്റ് വിൽ എമിറ്റ് റേഡിയേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഒരു ലിക്വിഡ് ഡ്രോപ്പിനെ നമ്മൾ ഓസിലേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ഇറ്റ് ബ്രേക്സ് ഇൻ ടു സ്മാളർ ഡ്രോപ്സ് ഓഫ് ഈക്വൽ സൈസ്. ഇത് തന്നെയാണ് ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷന് ഇക്വലൻ്റ് ആണ്. ഇത്രയും 6 സിമിലാരിറ്റീസിൻ്റെ ബേസിസിൽ ആണ് ബോർ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ മുന്നോട്ട് വെച്ചത്. ഇനി നമ്മൾ ഏതൊരു മോഡലോ ഏതൊരു ഹൈപ്പോത്തസിസോ എന്തോ ആവട്ടെ, എടുത്താലും അതിനകത്ത് നമ്മൾ ആ തിയറി ഡെവലപ്പ് ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് കുറേ അസംഷൻസ് കൊണ്ടുവരും. ഇനി ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൽ നമ്മൾ എടുക്കുന്ന അസംഷൻസ് ആണ് അടുത്ത പോയിന്റ്, ബേസിക് അസംഷൻസ്. ഒന്നെന്ന് പറയുന്നത്, നമുക്കറിയാം ന്യൂക്ലിയസ് ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ കൺസിസ്റ്റ് ഓഫ് ഇൻകംപ്രസിബിൾ മാറ്റർ, സോ ദ റേഡിയസ് ആൻഡ് മാസ് നമ്പർ ആർ റിലേറ്റഡ് ത്രൂ r is equal to small r0 a raised to 1/3. ഇത് നിങ്ങൾ ന്യൂക്ലിയസിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയ എന്ന് പറയുന്ന ചാപ്റ്റർ, അതായത് ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. r is equal to റേഡിയസ് ഓഫ് ദി ന്യൂക്ലിയസ് ഈസ് ഈക്വൽ ടു r0 a raised to 1/3 എന്ന് പറയുന്ന റിലേഷൻ. a is the mass number. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ഇൻകംപ്രസിബിൾ മാറ്ററായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് r is equal to r0 a raised to 1/3 ആണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഐഡൻറ്റിക്കൽ ഫോർ ഓൾ ന്യൂക്ലിയോൺസ്. എല്ലാ ന്യൂക്ലിയോൺസിൽ ആക്ട് ചെയ്യുന്ന ന്യൂക്ലിയർ ഫോഴ്സും ഐഡൻറ്റിക്കലാണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് സാച്ചുറേറ്റ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ത് ചെയ്യും? സാച്ചുറേറ്റ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോൺസ് ക്യാൻ ഹാവ് ദ എബിലിറ്റി ടു മൂവ് ഇൻ ദ ന്യൂക്ലിയസ് അറ്റ് 0 എനർജി. അതായത് 0 പോയിന്റ് എനർജിയിലും ന്യൂക്ലിയോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂക്ലിയസിനകത്തൂടെ മൂവ് ചെയ്യാൻ സാധിക്കും എന്നതാണ് അടുത്ത അസംഷൻ. ലൈക്ക് ആറ്റംസ് ഓഫ് ലിക്വിഡിനകത്ത് ആറ്റംസ് മൂവ് ചെയ്യുന്നത് പോലെ ന്യൂക്ലിയോൺസും ന്യൂക്ലിയൻസിനകത്ത് മൂവ് ചെയ്യുന്നു എന്നാണ് ബോറിൻ്റെ അസംഷൻ. അപ്പം വാട്ട് ആർ ദ ബേസിക് അസംഷൻസ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു ഇൻകംപ്രസിബിൾ മാറ്റർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. സോ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് റേഡിയസ് ഈസ് റിലേറ്റഡ് ടു ദ atomic number through the relation r is equal to r0 a raised to 1/3. അടുത്തതെന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഐഡൻറ്റിക്കൽ ഫോർ ഓൾ ന്യൂക്ലിയോൺസ്. എല്ലാ ന്യൂക്ലിയോൺസിനും ന്യൂക്ലിയർ ഫോഴ്സ് ഐഡൻറ്റിക്കലാണ്. അടുത്ത പോയിന്റ്, ന്യൂക്ലിയർ ഫോഴ്സ് വിൽ സാച്ചുറേറ്റ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ത് ചെയ്യും? സാച്ചുറേറ്റ് ചെയ്യും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ക്യാൻ ഹാവ് ദ എബിലിറ്റി ടു മൂവ് ഇൻ ദ ന്യൂക്ലിയസ് അറ്റ് 0 പോയിന്റ് എനർജി. 0 പോയിന്റ് എനർജിയിലും ന്യൂക്ലിയസിനകത്തുകൂടെ മൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഉപയോഗിച്ച് നമുക്ക് ബൈൻഡിങ് എനർജി ഓഫ് ദി ന്യൂക്ലിയസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഉപയോഗിച്ച് നമുക്ക് ഒരു ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൻ്റെ ഈ അസംഷൻസിൻ്റെ ബേസിസിൽ വിസാക്കർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഒരു സെമി എംബ്രിക്കൽ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജിയുടെ റിലേഷൻ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, സെമി എംബ്രിക്കൽ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി റിലേഷൻ. ആ റിലേഷൻ എന്ന് പറയുന്നത്, റിലേഷനകത്ത് മാസ് നമ്പർ ഉണ്ട്, നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ ടേം ഉണ്ട്, നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ ടേം ഉണ്ട്. ഓക്കെ, ആ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ബൈൻഡിങ് എനർജിയാണിത്. ബൈൻഡിങ് എനർജി B is equal to AVA minus AS A raised to 2/3 minus AC Z minus 1/A raised to 1/3 minus AN A minus 2Z the whole square by A plus or minus AP by A raised to 3/4. ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് മാസ് ആൻഡ്
ഒരു ന്യൂക്ലിയസിൻ്റെ മാസ് അത് കണക്ക് തന്നെ അതിൻ്റെ ബൈൻഡിങ് എനർജി ഒക്കെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഇക്വേഷനകത്ത് ഓരോ ടേമും ഓരോ എനർജിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഈ ഇക്വേഷനകത്തുള്ള ഓരോ ടേമും ഓരോ എനർജിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അത് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് താഴോട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഉപയോഗിച്ചിട്ട് ഒരു ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് വിസാക്കർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഒരു സെമി എംപിറിക്കൽ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. ആ ഇക്വേഷനാണ് B is equal to this equation. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് ഓരോ ടേമും ഓരോ തരം എനർജിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ന്യൂക്ലിയസിനകത്ത് ബൈൻഡിങ് എനർജിയെ അഫക്റ്റ് ചെയ്യുന്ന ഓരോ തരത്തിലുള്ള ഡിഫറെൻറ്റ് എനർജീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇതിനകത്തുള്ള ഓരോ ടേം എന്ന് പറയുന്നത്. അപ്പം ബൈൻഡിങ് എനർജി നമുക്ക് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഉപയോഗിച്ച് നമുക്കൊരു ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് ടേമിനെ വിളിക്കുന്ന പേരാണ് വോളിയം എനർജി. ഫസ്റ്റ് ടേം ഈസ് കോൾഡ് വോളിയം എനർജി. Second term is called surface energy. This is called surface energy, and this is the Coulomb energy, and this is asymmetric energy, and this is pairing energy or parity energy. Pairing energy or parity energy. ഓക്കെ, അപ്പം ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷനാണ്. അപ്പം ബൈൻഡിങ് എനർജി അഫക്റ്റ് ചെയ്യുന്ന മറ്റ് ടേമുകളാണ് ഈ ഇക്വേഷനകത്ത് കിടക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് വോളിയം എനർജിയാണ്. നമുക്കറിയാം ഒരു ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോൺസ് അതിൻ്റെ അടുത്തുള്ള നെയ്ബറിങ് ആറ്റംസുമായിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇൻട്രാക്ട് ചെയ്യുന്നത് അല്ലേ. ഈ നെയ്ബറിങ് ആറ്റംസുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. സോ ദ ന്യൂക്ലിയോൺസ് ഇൻറ്ററാക്ട് വിത്ത് ദ നിയറസ്റ്റ് നെയ്ബറിങ് ന്യൂക്ലിയോൺസ്. That means the binding energy per nucleon is a constant. Binding energy per nucleon is a constant. Okay, അപ്പം ബൈൻഡിങ് എനർജിയിലേക്ക് ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ആളാണ് എ എന്ന് പറയുന്നത്, മാസ് നമ്പർ എ എന്ന് പറയുന്നത് അല്ലേ, മാസ് നമ്പർ എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ന്യൂക്ലിയസിൻ്റെ ഒരു ഫുൾ വോളിയം കൺസിഡർ ചെയ്യുവാണ് എങ്കിൽ ആ വോളിയത്തിനകത്ത് ന്യൂക്ലിയോൺ ഇൻറ്ററാക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് സറൗണ്ടിങ് ആണ്. നെയ്ബറിങ് ആയിട്ടുള്ള ന്യൂക്ലിയോൺസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുമൂലം ബൈൻഡിങ് എനർജി ഒരുപാട് ഇൻട്രാക്ഷൻ കൂടുതലാണ് എങ്കിൽ എന്ത് സംഭവിക്കും, ഒരു നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം കൂടുതലാണ് എങ്കിൽ ബൈൻഡിങ് എനർജി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം കുറവാണെങ്കിലോ ബൈൻഡിങ് എനർജി കുറവായിരിക്കും. ദാറ്റ് ഈസ് അവിടെ ഒരു എനർജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ വോളിയത്തിനകത്ത് ഒരു എനർജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ വോളിയത്തിനകത്ത് എത്ര ന്യൂക്ലിയോൺസ് ഉണ്ടോ ആ ന്യൂക്ലിയോൺസിൻ്റെ എണ്ണത്തിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ വോളിയത്തിനകത്തുള്ള എനർജിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ആ എനർജി എന്ത് ചെയ്യുന്നു, ബൈൻഡിങ് എനർജിയെ കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്നു അല്ലേ. ഇപ്പം നമ്പർ ഓഫ് nucleons in a particular volume is very small, then its binding energy is small. If the number of nucleons in a particular volume is very high, then its binding energy is also very high. Okay, അപ്പം ആ വോളിയം എനർജി എന്ന് പറയുന്നത് നമുക്ക് അതിനെ നമുക്ക് വോളിയം എനർജി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, വോളിയം എനർജി ടേം എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ വോളിയം എനർജി എന്ന് പറയുന്നത് എന്തിനെ പ്രപ്പോർഷണൽ ആയിരിക്കും, നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് എക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലേ, എക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് ബി ഈസ് പ്രപ്പോർഷണൽ ടു എക്ക് പ്രപ്പോർഷണലാണ് വി എന്ന് പറയുന്നത്. വോളിയം എനർജി ടേം BV ഈസ് പ്രപ്പോർഷണൽ ടു എ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺസ്റ്റൻസ് മാറ്റാൻ വേണ്ടിയിട്ട് BV ഈസ് ഈക്വൽ ടു AV ഇൻറ്റു എ. AV ഇൻറ്റു ക്യാപിറ്റൽ എ. ഈസ് ദ എന്താണ്, മാസ് നമ്പർ ആണ്, നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. അപ്പം ഇവിടെ ഈ കോൺസ്റ്റൻറ്റ് AVനെ വിളിക്കുന്ന പേരാണ് വോളിയം കോയിഫിഷ്യൻ്റ് എന്ന്. ഇതിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് അതിൻ്റെ വാല്യൂ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ വഴി കണ്ടെത്തിയ വാല്യൂ ആണ് നിയർലി 14.1 MeV എന്നുള്ളത്. ഓക്കെ, അപ്പം വോളിയം എനർജി ടേം വരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോൺസ് എപ്പോഴും അതിൻ്റെ നിയറസ്റ്റ് നെയ്ബേഴ്സായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. ബിക്കോസ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്.
അപ്പം ഒരു പർട്ടിക്കുലർ വോളിയം എടുക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ വോളിയത്തിനകത്ത് എത്ര ന്യൂക്ലിയോൺസ് ഉണ്ടോ അപ്പോൾ അതിൻ്റെ ബൈൻഡിങ് എനർജി എന്തായിരിക്കും? ബൈൻഡിങ് എനർജിക്ക് കാരണം എന്തായിരിക്കും? നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിൻ്റെ എണ്ണമാണ്. ഇപ്പം വോളിയത്തിനകത്ത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം കൂടുമ്പം ബൈൻഡിങ് എനർജി കൂടും, നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം കുറയുമ്പം ബൈൻഡിങ് എനർജി കുറയും. അപ്പം ആ ടേമിനെ വിളിക്കുന്ന പേരാണ് വോളിയം എനർജി ടേം. ആ വോളിയം എനർജി ടേം ഡയറക്ട്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, ദാറ്റ് ഈസ് BV ഈസ് പ്രൊപ്പോർഷണൽ ടു A. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവന്ന് BV ഈസ് ഈക്വൽ ടു AV ഇൻറ്റു A. ദിസ് ഈസ് ദ വോളിയം എനർജി ടേം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനകത്തുള്ള ഫസ്റ്റ് ടേമാണിത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് സർഫസ് എനർജി ടേമാണ്. ഓക്കെ, സർഫസ് എനർജി ടേം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പം ന്യൂക്ലിയസിൻ്റെ അകത്ത് ഏറ്റവും സെൻറ്ററിലിരിക്കുന്ന ന്യൂക്ലിയസിനകത്ത് ഒരുപാട് ന്യൂക്ലിയോൺസ് കാണും. അപ്പോൾ അതിൻ്റെ ഏറ്റവും സെൻറ്ററിലിരിക്കുന്ന ന്യൂക്ലിയോൺസിന് ചുറ്റും എന്ത് കാണും? ന്യൂക്ലിയോൺസ് കാണും. അപ്പോൾ അവർക്കിടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ്, അവർ തമ്മിൽ ഉള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? ന്യൂക്ലിയസിൻ്റെ അകത്ത് സെൻറ്ററിലിരിക്കുന്ന ന്യൂക്ലിയസിന് 4 സൈഡിൽ നിന്നും ഓൾ സൈഡ്സിൽ നെയ്ബറിങ് ന്യൂക്ലിയോൺസ് കാണും. സോ ദെയർ ഈസ് എ സ്ട്രോങ് ബൈൻഡിങ് ബിറ്റ്വീൻ ദം. ഓക്കെ, ഇനി ന്യൂക്ലിയസിൻ്റെ സർഫസിലിരിക്കുന്നതാണെങ്കിൽ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിലിരിക്കുന്ന ന്യൂക്ലിയസ് ചുറ്റുമുള്ള എല്ലാ നെയ്ബറിങ് ന്യൂക്ലിയോൺസുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ദ ബൈൻഡിങ് എനർജി വിൽ ബി വെരി ഹൈ. ഇനി സർഫസിലിരിക്കുന്ന ഒരു ന്യൂക്ലിയസിന് ഇൻറ്ററാക്ഷൻ എങ്ങോട്ട് മാത്രമേ ഉള്ളൂ? ഒരു സൈഡിലേക്ക് മാത്രമേ ഇൻറ്ററാക്ഷൻ ഉള്ളൂ. ദാറ്റ് മീൻസ് ദ ബൈൻഡിങ് എനർജി ഓഫ് ദി ഗ്രീൻ കളർ ന്യൂക്ലിയോൺ ഈസ് വെരി സ്മാൾ. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു നോക്ക് ഔട്ട് ദ ഗ്രീൻ കളർ ന്യൂക്ലിയോൺ ഔട്ട് ഓഫ് ദി ന്യൂക്ലിയസ് ഈസിലി അല്ലേ? നമുക്ക് ഈ ഗ്രീൻ കളറിലുള്ള ന്യൂക്ലിയോണിനെ ഈസി ആയിട്ട് ന്യൂക്ലിയസിൽ നിന്നും റിമൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ സെൻട്രലിരിക്കുന്ന വയലറ്റ് ന്യൂക്ലിയോണിനെ നമുക്ക് അത്ര ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നോക്കൗട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്? ഇറ്റ്സ് ബൈൻഡിങ് എനർജി ഈസ് വെരി ഹൈ. അതിൻ്റെ ബൈൻഡിങ് എനർജി കൂടുതലാണ്. ദാറ്റ് ഈസ് സർഫസിലിരിക്കുന്ന ന്യൂക്ലിയോൺസിന് എന്ത് സംഭവിക്കും? അതിൻ്റെ ബൈൻഡിങ് എനർജി കുറയുന്നു. ദാറ്റ് ഈസ് ബൈൻഡിങ് എനർജിയെ കുറയ്ക്കുന്ന ഒരു ഫാക്ടർ ഏതാണ്? സർഫസ് ന്യൂക്ലിയോൺസിൻ്റെ എണ്ണമാണ്. സർഫസ് ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം ടോട്ടൽ ബൈൻഡിങ് എനർജി ഓഫ് ദി ന്യൂക്ലിയൻസിനെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കാൻ കാരണമാകുന്നു. സോ ടോട്ടൽ എനർജിയെ കുറയ്ക്കാൻ കാരണമാകുന്ന ഒരു ഫാക്ടറാണ് സർഫസ് ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ഇവിടെ സർഫസിൽ എത്ര ന്യൂക്ലിയോൺസ്? നമ്പർ ഓഫ് സർഫസ് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ സർഫസ് ഏരിയ ഓഫ് ദി ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിൻ്റെ സർഫസ് ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്തെന്ന് പറയുന്നത്? നമ്പർ ഓഫ് സർഫസ് ന്യൂക്ലിയോൺസ്. അപ്പോൾ സർഫസ് ഏരിയ എത്രയായിരിക്കും? ഇവിടുത്തെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. ഇവിടുത്തെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr². അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. R= അസംഷനകത്ത് പഠിച്ചതാണ്. R=R0 a⁻⁴ ദ റിലേഷൻ കണക്റ്റിംഗ് റേഡിയസ് ഓഫ് ദി ന്യൂക്ലിയസ് ആൻഡ് മാസ് നമ്പർ a⁻⁴. അപ്പോൾ ഇവിടെ R0ക്ക് പകരം ആ ക്യാപിറ്റൽ ആറിന് പകരം R0 a⁻⁴ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് 4πr02 a⁻². 4πr02 a⁻² എന്ന് കിട്ടും. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് സർഫസിലിരിക്കുന്ന ന്യൂക്ലിയോൺസ് ബൈൻഡിങ് എനർജിയെ കുറയ്ക്കുന്നു അല്ലേ? അപ്പോൾ അവിടുത്തെ ആ സർഫസിലിരിക്കുന്ന ന്യൂക്ലിയോൺസ് മൂലം അവിടെ ഒരു ബൈൻഡിങ് എനർജിയെ കുറയ്ക്കുന്ന ഒരു എനർജി ഉണ്ടാകുന്നു. ടോട്ടൽ ബൈൻഡിങ് എനർജിയെ ഡിക്രീസ് ചെയ്യുന്ന ഒരു എനർജി സർഫസിലിരിക്കുന്ന ന്യൂക്ലിയോൺസ് കൊടുക്കുന്നു. ആ എനർജിയെ വിളിക്കുന്ന പേരാണ് സർഫസ് എനർജി. സോ ദ സർഫസ് എനർജി വിൽ ഡിക്രീസ് ദ ടോട്ടൽ ബൈൻഡിങ് എനർജി ഓഫ് ദി ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ ബൈൻഡിങ് എനർജിയെ കുറയ്ക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? സർഫസ് ടേം എന്ന് പറയുന്നത്, സർഫസ് എനർജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സർഫസ് എനർജി BS ഈസ് പ്രപ്പോർഷണൽ ടു a⁻². ഇതിനകത്ത് 4πr02 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ സർഫസ് ടേം BS എന്ന് പറയുന്നത് BS ഈസ് പ്രപ്പോർഷണൽ ടു a⁻². കോൺസ്റ്റൻറ്റ് സിമ്പിൾ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് -AS. -AS വരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ ബൈൻഡിങ് എനർജിയെ ഡിക്രീസ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്? സർഫസ് എനർജി ചെയ്യുന്നത്.
സർഫസ് എനർജി ടേം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ -AS A⁻²/3 വന്നത്. മനസ്സിലായോ? അപ്പം നമ്മളൊരു ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഉപയോഗിക്കാം. അതിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. അത് പല സ്റ്റെപ്പുകൾ വഴിയാണ് കണ്ടെത്തിയത്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് വോളിയം എനർജിയാണ്. അതായത് ഒരു ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയസിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തിനെ ബൈൻഡിങ് എനർജിയുമായിട്ട് പ്രപ്പോർഷണലാണ്. അപ്പം അതിൻ്റെ ടോട്ടൽ വോളിയത്തിനകത്ത് എത്ര നമ്പർ ഓഫ് ആറ്റംസ് ന്യൂക്ലിയോൺസ് ഉണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ ബൈൻഡിങ് എനർജിയിൽ വേരിയേഷൻ വരും. ദാറ്റ് ഈസ് അതിനെ വിളിക്കുന്ന പേരാണ് വോളിയം എനർജി. ഈ വോളിയം എനർജി എപ്പോഴും ബൈൻഡിങ് എനർജിയിലോട്ട് ആഡ് ഓൺ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ബൈൻഡിങ് എനർജി കൂട്ടുന്ന ഒരു ഫാക്ടറാണ് വോളിയം എനർജി എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ടേം ഈസ് AV into A. First term is volume energy equal to AV into A, where AV എന്ന് പറയുന്നത് it's a constant and its value is nearly 14.1 MeV. സെക്കൻഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജി ടേം ആണ്. ഒരു ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ അതിന് സെൻട്രലിരിക്കുന്ന ന്യൂക്ലിയസിനെ നമുക്ക് പുറത്ത് കൊടുക്കേണ്ടി വരുന്ന എനർജിയെക്കാട്ടിലും വളരെ കുറച്ച് എനർജി മതി സർഫസിലിരിക്കുന്ന ന്യൂക്ലിയോൺസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ. ദാറ്റ് മീൻസ് സെൻറ്ററിലെ ബൈൻഡിങ് എനർജി കൂടുതലും സർഫസിലെ ബൈൻഡിങ് എനർജി കുറവുമാണ്. അപ്പം നമുക്ക് സർഫസിലേക്ക് പോകുമ്പോൾ ബൈൻഡിങ് എനർജി കുറയാൻ കാരണം അവിടെ സർഫസ് ആറ്റംസിന് എല്ലാ സൈഡിലും ന്യൂക്ലിയോൺസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇറ്റ് വിൽ ഡിക്രീസ് ദ ബൈൻഡിങ് എനർജി ഓഫ് ദി ഹോൾ ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആ ടേമാണ് -AS A⁻²/3 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് കൂളോംബ് എനർജി ടേമാണ്. കൂളോംബ് എനർജി നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. പക്ഷേ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ നമുക്ക് എന്തില്ല, ഒരു കൂളോംബ് ഇൻട്രാക്ഷൻ, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ഇല്ല. കാരണം എന്താണ്, ന്യൂട്രോൺ ഈസ് എ ന്യൂട്രൽ ചാർജ്. ഓക്കെ, പക്ഷേ ന്യൂക്ലിയസിനകത്ത് ഡിഫറെൻറ്റ് പ്രോട്ടോൺസ് കാണും അല്ലേ. അപ്പം ഒരു Z പ്രോട്ടോണും ഒരു Z- പ്രോട്ടോണും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേന് അവിടെ ഒരു കൂളോംബിക് റിപ്പൽഷൻ വരും. അപ്പോൾ അവിടെ ഒരു റിപ്പൽസീവ് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. രണ്ടും പ്രോട്ടോൺസ് ആണ്, സെയിം കൈൻഡ് ഓഫ് ചാർജസ് ആണ്. സോ ദർ ഈസ് എ റിപ്പൽസീവ് ഫോഴ്സ് ആക്ട് ബിറ്റ്വീൻ ദം. ദെൻ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി പ്രോട്ടോൺ ഈസ് ഗിവൺ ബൈ Coulomb energy is given by Z into Z-1/2 into E² 4πε0 r. Okay, E² 4πε0 r, or EC is proportional to, or BC is proportional to Z into Z-1 by R², capital R², E² ആണ്. ഓക്കെ, E². ഇവിടെ R എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ഓഫ് ദി ന്യൂക്ലിയസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഏത് ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യാം, R0 into A⁻1/3 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, R0 into A⁻1/3 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് BC is proportional to Z into Z-1 by R0² R0 into A⁻1/3 into E² എന്ന് വരും, എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് കൂളോംബ് എനർജി. അതായത് ഒരു ന്യൂക്ലിയസിനകത്ത് ഒരു റിപ്പൽസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് രണ്ട് പ്രോട്ടോണുകൾക്കിടയിൽ. രണ്ട് പ്രോട്ടോണിൽ ഒരുപാട് പ്രോട്ടോൺസ് ഉണ്ട്. ആ പ്രോട്ടോൺസിൻ്റെ ഇടയിൽ ഒരു റിപ്പൽസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. That repulsive force will decrease the binding energy of the nucleus. ആ repulsive force എന്ത് ചെയ്യും, ടോട്ടൽ ബൈൻഡിങ് എനർജി ഓഫ് ദി ന്യൂക്ലിയസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം രണ്ട് പ്രോട്ടോൺസുകൾക്കിടയിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ അറിയാം. ഒരു Z പ്രോട്ടോണും ഒരു Z-1 പ്രോട്ടോൺസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ എന്ന് പറയുന്നത് Z into Z-1 into E² divided by R ആണ്. ഓക്കെ, നമുക്കിനി R എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റേഡിയസ് ഓഫ് ദി ന്യൂക്ലിയസ് ആണ്. ദെർഫോർ R is equal to R0 A⁻1/3. ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിന്നെ ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, AC. പിന്നെ ഇവിടെ മൈനസ് സൈൻ വരാൻ കാരണം ഇറ്റ് വിൽ ഡിക്രീസ് ദ ബൈൻഡിങ് എനർജി ഓഫ് ദി ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി ഡിക്രീസ് ചെയ്യുന്ന ഒരു ടേമാണ് കൂളോംബിക് റിപ്പൽഷൻ എന്ന് പറയുന്നത്. സോ ദ BC is equal to -AC into Z into Z-1 by A⁻1/3.
ഓക്കെ ആണല്ലോ. Z minus 1 by a raised to 1 by 3. This is the another term called Coulomb energy term. നെക്സ്റ്റ് അസിമെട്രിക് ഇഫക്റ്റ് അല്ലെങ്കിൽ അസിമെട്രിക് എനർജി ടേം BA. അതായത് ഒരു ന്യൂക്ലിയസ് സ്റ്റേബിൾ ആണെന്ന് പറയുന്നത് അതിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ നമ്പർ ഓഫ് ന്യൂട്രോൺസും ഉണ്ടായിരിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പം ഇനി അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻ, അപ്പോൾ ഒരു ന്യൂക്ലിയസിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ നമ്പർ ഓഫ് ന്യൂട്രോൺസും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? N is equal to Z എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. N is equal to Z, ദാറ്റ് ഈസ് വിച്ച് ഇസ് equal to A minus Z എന്ന് നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? N is equal to A minus Z എന്ന് എഴുതാം. A എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് മൈനസ് Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു ന്യൂക്ലിയസ് സ്റ്റേബിൾ ആക്കുന്നത്, മോസ്റ്റ് സ്റ്റേബിൾ ആകുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഈക്വൽ ആകുമ്പോഴാണ്. ഇനി അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു വേരിയേഷൻ സംഭവിക്കുന്നു എങ്കിൽ, ഇപ്പം എനി അതായത് നമ്മൾ ഇപ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുകയോ അല്ലെങ്കിൽ ന്യൂട്രോൺസിൻ്റെ എണ്ണം കൂടുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി മാറും. സ്റ്റേബിൾ ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബൈൻഡിങ് എനർജി കൂടുതലാകുന്നു എന്നാണ് എൻ്റെ അർത്ഥം, കൂടുതലാണ് എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നു, അതിനകത്ത് എക്സസ് ആയിട്ട് ഒരു ന്യൂട്രോണിൻ്റെ എണ്ണം കൂടുകയോ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിനകത്ത് ഇക്വേഷനിൽ വ്യത്യാസം വരും അല്ലേ. അതുമൂലം ഒരു എനർജി ടേം, ബൈൻഡിങ് എനർജിയിൽ ഒരു എക്സസ് ടേം വരും. ആ ടേമാണ് എന്തെന്ന് പറയുന്നത്? അസിമെട്രിക് എനർജി ടേം എന്ന് പറയുന്നത്. അസിമെട്രി മൂലം, അതായത് നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം ഈക്വൽ ആണെങ്കിൽ അതൊരു സിമെട്രിക് ആണ്. പക്ഷേ എക്സസ് ആയിട്ട് ന്യൂട്രോൺസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ പ്രോട്ടോൺസ് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് അതുമൂലം അതിൻ്റെ ബൈൻഡിങ് എനർജിയിൽ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയിൽ വ്യത്യാസം സംഭവിക്കുന്നു. ആ ടേമാണ് എന്തെന്ന് പറയുന്നത്? അസിമെട്രിക് എനർജി ടേം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അസിമെട്രിയെ നമുക്ക് എന്ത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം? എക്സസ് ന്യൂട്രോൺസ് അല്ലെങ്കിൽ അസിമെട്രിയെ നമുക്ക് നമ്പർ ഓഫ് എക്സസ് ന്യൂട്രോൺസിനെ നമുക്ക് N minus Z വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. N minus Z ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് N minus Z വെച്ചിട്ട് നമുക്ക് എന്ത് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം? എക്സസ് ന്യൂട്രോൺസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് എങ്കിൽ അവിടുത്തെ അസിമെട്രിക് എനർജി ടേം എന്ന് പറയുന്നത് BA ഈസ് പ്രപ്പോർഷണൽ ടു എക്സസ് N minus Z സ്ക്വയർ ഡിവൈഡഡ് ബൈ A ആയിരിക്കും അല്ലേ. ഡിവൈഡഡ് ബൈ A ആയിരിക്കും. ഈസ് കോൾഡ് ന്യൂട്രോൺ എക്സസ് റേഷ്യോ ഓർ എക്സസ് ന്യൂട്രോൺ ഓർ പ്രോട്ടോൺ. എക്സസ് ന്യൂട്രോൺ ഓർ പ്രോട്ടോൺ റേഷ്യോ. പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുതലാകാം അല്ലെങ്കിൽ ന്യൂട്രോണിൻ്റെ. അപ്പോൾ എക്സസ് ന്യൂട്രോൺ റേഷ്യോ അല്ലെങ്കിൽ എക്സസ് പ്രോട്ടോൺ റേഷ്യോ എന്ന് പറയുന്നത് BA ഈസ് പ്രപ്പോർഷണൽ ടു N minus Z ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ A. ദാറ്റ് ഈസ് ആ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവരുന്നു. അതാണ് -AA എന്ന്. വേറെ മൈനസ് സൈൻ വരാൻ കാരണം ഒരു സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി കൂടുതലായിരിക്കുന്നത് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോണും ആയിരിക്കുമ്പോഴാണ്. അപ്പം അതിനകത്തുനിന്ന് ഡീവിയേഷൻ വരിക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബൈൻഡിങ് എനർജി കുറയുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ്? ബൈൻഡിങ് എനർജിയെ കുറയ്ക്കുന്ന ടേമാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു മൈനസ് സൈൻ വന്നത്. അതാണ് അസിമെട്രിക് എനർജി ടേം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരിറ്റി എനർജി അല്ലെങ്കിൽ പെയറിംഗ് എനർജി എന്ന് പറയും. പാരിറ്റി എനർജി അല്ലെങ്കിൽ പെയറിംഗ് എനർജി എന്ന് പറയും. അതായത് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഈവൻ നമ്പർ ഓഫ് ന്യൂട്രോൺസും ഈവൻ നമ്പർ ഓഫ് പ്രോട്ടോൺസും ആണെങ്കിൽ ആ ന്യൂക്ലിയസ് മോസ്റ്റ് സ്റ്റേബിൾ ന്യൂക്ലിയാണെന്ന് പറയാം. ഒരു ന്യൂക്ലിയസിൻ്റെ പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഈവൻ ആയിരിക്കണം, ന്യൂട്രോൺസിൻ്റെ എണ്ണവും ഈവൻ ആണ് എങ്കിൽ വിച്ച് ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ ന്യൂക്ലിയർ. ഓക്കെ, മോസ്റ്റ് സ്റ്റേബിൾ ന്യൂക്ലിയർ അല്ലെങ്കിൽ പെയറിംഗ് ടേം മാക്സിമം ആണെന്ന് നമുക്ക് പറയാം. അവർക്കിടയിലുള്ള പെയറിംഗ് ടേം എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഇനി ഇപ്പം ഈവൻ ന്യൂക്ലിയർ അല്ല, ഈവൻ ഓടാണ് എങ്കിൽ എന്ത് സംഭവിക്കും? ബൈൻഡിങ് എനർജിയിൽ വ്യത്യാസം വരും. അതല്ലെങ്കിൽ ഓട് ന്യൂക്ലിയർ ആണെങ്കിൽ എന്തായിരിക്കും? അത് സ്റ്റേബിൾ ആയിരിക്കത്തില്ല, ബൈൻഡിങ് എനർജിയിൽ വ്യത്യാസം വരും. ഈവൻ ഓടായാലും ഓട് ഈവൻ ആയാലും ഓടായാലും ബൈൻഡിങ് എനർജിയിൽ വ്യത്യാസം വരും, ബൈൻഡിങ് എനർജി കുറയും. ഓക്കെ, ബൈൻഡിങ് എനർജിയിൽ ഒരു വ്യത്യാസം വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് പാരിറ്റി എനർജി ടേം അഥവാ പെയറിംഗ് എനർജി ടേം എന്ന്. ഓക്കെ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് BP ഈസ് ഈക്വൽ ടു AP ഇൻറ്റു AP ബൈ A റൈസ് ടു 3/4 എന്നാണ്. BP ഈസ് ഈക്വൽ ടു AP ബൈ A റൈസ് ടു
3/4 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ എ പി എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. എ പി എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. ഈവൻ ആണ് എങ്കിൽ, ഈവൻ നമ്പർ ഓഫ് ന്യൂട്രോൺസും ഈവൻ നമ്പർ ഓഫ് പ്രോട്ടോൺസും ആണ് എങ്കിൽ എ പി പോസിറ്റീവ് ആയിരിക്കും. ഓഡ് ആണെങ്കിൽ ഓടാണെങ്കിൽ, അതായത് ഓഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസും ഓഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസും ആണെങ്കിൽ എ പി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് വിൽ ഡിക്രീസ് ദ ബൈൻഡിങ് എനർജി ഓഫ് ദി ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി കൂട്ടും. ഈവൻ ആണെങ്കിൽ ബൈൻഡിങ് എനർജിയുടെ കൂടെ ആഡ് ചെയ്ത് വരും, ബൈൻഡിങ് എനർജി കൂട്ടും. ഓടാണെങ്കിൽ ബൈൻഡിങ് എനർജി ഓടാണെങ്കിൽ ബൈൻഡിങ് എനർജി കുറയ്ക്കും. ഈവൻ ആണെങ്കിൽ ബൈൻഡിങ് എനർജി കൂടും. ഇനി ഈവനും ഓടും ആണെങ്കിൽ, ഈവൻ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഓഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസും ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? 0 ആയിരിക്കും. എ പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 5 ടേംസ്. 1 വോളിയം എനർജി ടേം, 2 സർഫസ് എനർജി ടേം, 3 കൂളോംബ് എനർജി, 4 അസിമെട്രിക് എനർജി ടേം, 5 പെയറിംഗ് എനർജി ടേം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെമി എംപിരിക്കൽ റിലേഷൻ ഫോർ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാനുള്ള സെമി എംപിരിക്കൽ റിലേഷൻ കിട്ടും. ഇതെന്ന് പറയുന്നത് വോളിയം എനർജിയാണ്. ഇറ്റ് വിൽ ആഡ് അപ്പ് ടു ദി ബൈൻഡിങ് എനർജി. ഇനി സർഫസ് എനർജി എന്ത് ചെയ്യും? ബൈൻഡിങ് എനർജിയെ കുറയ്ക്കും. സോ ഇറ്റ് ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദി വോളിയം എനർജി. കൂളോംബിക് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ബിറ്റ്വീൻ പ്രോട്ടോൺസ് ആണ്. സോ ഇറ്റ് വിൽ ഡിക്രീസസ് ദ ബൈൻഡിങ് എനർജി. അടുത്തത് അസിമെട്രിക് എനർജി. If the number of protons and neutrons are not equal, then it will decrease the binding energy. So it is subtracted from the വോളിയം എനർജി ടേം. ഓൾസോ അടുത്തത് പെയറിംഗ് എനർജിയാണ്. പെയറിംഗ് എനർജി, if the nucleus is even number of contains even number of protons and even number of neutrons, then it will increase the binding energy. Then there will be a positive sign. And if it is odd number of neutrons and protons, then it will decrease the binding energy. Then the sign will be minus. This is the liquid drop model, basics of liquid drop model. Okay. ഇനി വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ലിക്വിഡ് ഡ്രോപ്പ് മോഡലിനെ കുറിച്ചൊരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ മുന്നോട്ട് വെച്ചത് നീൽസ് ബോറാണ്. 1937 അദ്ദേഹം ലിക്വിഡുമായിട്ട് ന്യൂക്ലിയസിന് ഒരുപാട് 6 സിമിലാരിറ്റീസാണ് അദ്ദേഹം അസ്യൂം ചെയ്തത്. അതിൻ്റെ ഷേപ്പ്, intermolecular and internuclear forces are identical, short range forces, density is independent of volume, അടുത്തത് എന്താണ്, ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? ഇവാപ്പറേറ്റ് ചെയ്യുന്നു. മോളിക്യൂൾസ് ഇവാപ്പറേറ്റ് ചെയ്യും ഓൺ ഹീറ്റിംഗ്. സിമിലർലി നമ്മളൊരു ന്യൂക്ലിയസിനെ ഒരു ന്യൂക്ലിയർ പ്രൊജക്റ്റൈൽ വെച്ചിട്ട് ബൊമ്പാർഡ് ചെയ്യിക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് റേഡിയേഷൻസ് പുറത്തേക്ക് വരും. ഓസിലേറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ഡ്രോപ്പ് 2 സ്മാൾ ഈക്വൽ ഡ്രോപ്സ് ആയിട്ട് മാറുന്നത് പോലെ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയർ ഫിഷനിൽ 2 ഈക്വൽ ന്യൂക്ലിയസസ് ആയിട്ട് മാറുന്നു. പിന്നെ ന്യൂക്ലിയസിൻ്റെ പുറത്ത് ലിക്വിഡ് ഡ്രോപ്പിൻ്റെ പുറത്ത് സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത് പോലെ ന്യൂക്ലിയർ ബൗണ്ടറിയിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് അവരുടെ ലിക്വിഡ് ഡ്രോപ്പും അറ്റോമിക് ന്യൂക്ലിയസും തമ്മിലുള്ള സിമിലാരിറ്റീസ്. പിന്നെ അദ്ദേഹം 3 അസംഷൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനെ ഒരു ഇൻകംപ്രസിബിൾ മാറ്ററായിട്ട് അസ്യൂം ചെയ്തിട്ട് റേഡിയസും അറ്റോമിക് നമ്പറും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ, ദാറ്റ് ഈസ് R=R0a⁻⁴. പിന്നെ ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഐഡൻറ്റിക്കൽ ഫോർ ഓൾ ന്യൂക്ലിയോൺസ്. എല്ലാ ന്യൂക്ലിയോൺസിലും സിമിലർ ആയിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫോഴ്സ് സാച്ചുറേറ്റ്. ന്യൂക്ലിയോൺസ് ക്യാൻ ഹാവ് എബിലിറ്റി ടു മൂവ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇത്രയാണ് ബേസിക് അസംഷൻസ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദീസ് അസംഷൻസ് ഒരു സെമി എംപിറിക്കൽ ബൈൻഡിങ് എനർജി റിലേഷൻ വിസാക്കർ ഡെവലപ്പ് ചെയ്തു. അതിനകത്ത് 5 ടേംസ് ആണുള്ളത്: വോളിയം എനർജി, സർഫസ് എനർജി, കോളോംബ് എനർജി, അസിമെട്രിക് എനർജി ആൻഡ് പെയറിംഗ് എനർജി. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ലിക്വിഡ് ഡ്രോപ്പിൻ്റെ മെറിറ്റ്സ് എന്ന് വെച്ചാൽ നമുക്കുണ്ടായ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ വെച്ചിട്ട് നമുക്ക് മാസും ബൈൻഡിങ് എനർജി മാത്രമല്ല ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് ഓൾസോ പ്രെഡിക്റ്റ് ദ ആൽഫ ആൻഡ് ബീറ്റ എമിഷൻസ് ഓഫ്
എമിഷൻ പ്രോപ്പർട്ടീസ്, ന്യൂക്ലിയസിൻ്റെ ആൽഫ ബീറ്റ എമിഷൻ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ന്യൂക്ലിയർ ഫിഷൻ്റെ ചില ഫീച്ചേഴ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ വെച്ച് സാധിച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഈവൻ ന്യൂക്ലിയ ഉണ്ടല്ലോ, ഈവൻ നമ്പർ ഓഫ് ന്യൂട്രോൺസും ഈവൻ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഉള്ള ന്യൂക്ലിയയുടെ ഫസ്റ്റ് 2 ലെവൽസിൻ്റെ സ്പിന്നും പാരിറ്റിയും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ വെച്ചിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെത്രയാണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അടുത്ത ക്ലാസ്സിൽ നമ്മൾ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് സ്പെറിസിറ്റി ഓഫ് ന്യൂക്ലിയസ്, അതായത് ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൻ്റെ ബേസിസിൽ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ അനുസരിച്ച് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പാണ്. അതിൻ്റെ ബേസിസിൽ അതിൻ്റെ ഒരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷനാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ലിക്വിഡ് ഡ്രോപ്പ് മോഡലുമായി ബന്ധപ്പെട്ട 2 പ്രോബ്ലംസ് ഞാൻ ഇതിനകത്ത് അസൈൻമെൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് മൺഡേ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. താങ്ക് യു.